ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് സെൻസേഴ്സ് എന്ന പോർഷനിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽ ഈസ് നോട്ട് യൂസ്ഡ് ടു മേക്ക് സ്ട്രെയിൻ ഗേജ്? സ്ട്രെയിൻ ഗേജ് മേക്ക് ചെയ്യാൻ യൂസ് ചെയ്യാത്ത മെറ്റീരിയൽ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ബ്രോൺസ് ആണ്. ഓപ്ഷൻ സി ബ്രോൺസ് ആണ്. കാരണം സ്ട്രെയിൻ ഗേജ് മേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു മെറ്റീരിയലിന് ഹൈ ഗേജ് ഫാക്ടർ ആയിരിക്കണം, ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആയിരിക്കണം, അതേപോലെ തന്നെ റെസിസ്റ്റിവിറ്റി ഹൈ ആയിരിക്കണം. ഓക്കെ, റെസിസ്റ്റിവിറ്റി ഹൈ ആയിരിക്കണം, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ലോ ആയിരിക്കണം, അതേപോലെ ഗേജ് ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഹൈ ആയിരിക്കണം. ഈ പ്രോപ്പർട്ടീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ബ്രോൺസ് യൂസ് ചെയ്യാത്തത്. കോമൺലി യൂസ് ചെയ്യുന്നത് നിക്രോം യൂസ് ചെയ്യാറുണ്ട്, അതേപോലെ കോൺസ്റ്റന്റൈൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു കോപ്പറിന്റെയും നിക്കലിന്റെയും അലോയി ആണ്. നിക്രോം എന്ന് പറയുന്നത് നിക്കലിന്റെയും ക്രോമിയത്തിന്റെയും അലോയി ആണ്. ഇത് യൂസ് ചെയ്യാറുണ്ട് കാരണം ഇതിന് എന്തുണ്ട്? ഹൈ ഗേജ് ഫാക്ടർ, ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ, ഹൈ റെസിസ്റ്റിവിറ്റി. ഇത് മീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവ യൂസ് ചെയ്യുന്നത്. പക്ഷേ ബ്രോൺസിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ലോ ഗേജ് ഫാക്ടറും ഹൈ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റും ലോ റെസിസ്റ്റിവിറ്റി ആണ്. നേരെ ഓപ്പോസിറ്റ് ആണ്. സ്ട്രെയിൻ ഗേജിന് വേണ്ടുന്ന നമ്മുടെ പ്രോപ്പർട്ടീസിന് നേരെ ഓപ്പോസിറ്റ് പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത് ബ്രോൺസിന്. സോ ബ്രോൺസ് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻഡക്ടൻസ് വേരിയബിൾ ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ? ഇത് നമ്മൾ മുന്നേയും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ആണ്, LVDT ആണ്. അതായത് LVDT വർക്ക് ചെയ്യുന്നത് ഒരു കോയിലിന്റെ ഇൻഡക്ടൻസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. ഇൻഡക്ടൻസിന്റെ ചേഞ്ചിനനുസരിച്ചിട്ടാണ്. ഒരു മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്താണ് LVDT വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? സോ LVDT എന്ന് പറയുന്നത് എന്താണ്? ഇൻഡക്ടൻസ് വേരിയബിൾ ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെർമോകപ്പിൾ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്? തെർമോകപ്പിൾ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ സീബാക്ക് എഫക്ട് എന്നുള്ളതാണ് ആൻസർ വരിക. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. എന്താണ് സീബാക്ക് എഫക്ട്? അതായത് രണ്ട് ഡിസിമിലർ മെറ്റൽസ് എടുത്തിട്ടുണ്ടാവും. ഇത് മെറ്റൽ എ ആണ്, ഇത് മെറ്റൽ എ, അതുപോലെ തന്നെ എന്തുണ്ട്? താഴെ ഒരു മെറ്റൽ ബി ഉണ്ടാവും. മെറ്റൽ എ ദെൻ മെറ്റൽ ബി. ഇവിടെ ആണ് മെഷറിംഗ് പോയിന്റ് എടുക്കുക. ഇവിടെ എന്ന് പറയുന്നത് കോൾഡ് ജംഗ്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോ സീബാക്ക് എഫക്ട് എന്ന് പറയുന്നത് when the junction of these metals is heated or cooled, a voltage is generated due to Seebeck effect. അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ആണ് നമ്മുടെ ഔട്ട്പുട്ടിൽ വരേണ്ടത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അത് ആ ഒരു പ്രിൻസിപ്പലിനനുസരിച്ചിട്ടാണ് നമ്മുടെ തെർമോകപ്പിൾ വർക്ക് ചെയ്യുന്നത്. എക്സ്റ്റേണൽ പവർ ഇവിടെ ആവശ്യമില്ല, അതേപോലെ തന്നെ വൈഡ് ടെമ്പറേച്ചർ റേഞ്ച് ആണ്, പിന്നെ ഫാസ്റ്റ് റെസ്പോൺസ് ടൈം ആണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. തെർമോകപ്പിളിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സീബാക്ക് എഫക്റ്റിന്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മോഡ് ഓഫ് ഓപ്പറേഷൻ ഓഫ് പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ? പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസറിന്റെ മോഡ് ഓഫ് ഓപ്പറേഷനിൽ വരാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഇലാസ്റ്റിക് എന്നുള്ളതാണ് ഇവിടെ ആൻസർ വരിക. ഓക്കെ, അതായത് നമ്മുടെ പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസറിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള ഒരു മോഡ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പാൻഡിങ് ഓർ കോൺട്രാക്ടിങ് എലോങ് ലെങ്ത് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ, ഇവിടെ ഓപ്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ഓർ കോൺട്രാക്ടിങ് എലോങ് ലെങ്ത് ആണ്. പിന്നെ ഓപ്ഷൻ സിയിൽ പറയുന്ന ഷിയർ എന്ന് പറഞ്ഞാൽ എ ഡിഫോർമേഷൻ വേർ ഓപ്പോസിറ്റ് ഫേസസ് ഓഫ് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ മൂവ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതിനെയാണ് ഷിയർ എന്ന് പറയുന്നത്. അതും ഒരു മോഡാണ്. അതേപോലെ തന്നെ ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ്പാൻഷൻ ഓർ കോൺട്രാക്ഷൻ പെർപെൻഡിക്കുലർ ടു ലെങ്ത് ആണ്. ഓക്കെ, പെർപെൻഡിക്കുലർ ടു ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് പറയാം? നമുക്ക് ട്രാൻസ്വേഴ്സ് ഓപ്പറേഷൻ ആണെന്ന് പറയാം. അപ്പോ ഇവിടെ ഓപ്ഷൻ ഡി ഇലാസ്റ്റിക് എന്നുള്ളതാണ് ആൻസർ വരിക. ഇതിൽ ഒരു മോഡ് അല്ലാത്തത് ഇലാസ്റ്റിക് ആണ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് കോസ്ഡ് ബൈ എ സ്ട്രെയിൻ is delta R. The resistance of the undeformed gauge is Rg and epsilon is the strain. Then the gauge factor GF എന്തെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. GFന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഡെൽറ്റ എന്താണ് പറയുന്നത്? ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ എന്നുള്ളതാണ്. ഇവിടെ അത് ഏത് ഓപ്ഷനിലാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്. അതായത് ഡെൽറ്റ ആർ ബൈ ആർ ജി ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആണ്. എപ്സിലോണിന്റെ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ എൽ ബൈ എൽ ആണ്. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ഇവിടെ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
A remote terminal unit RTU in a telemetry system is used to. ഈ ടെലിമെട്രി സിസ്റ്റം എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ടെലിമെട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ടെലിമെട്രി സിസ്റ്റം എന്ന് പറയുന്നത് അതൊരു മെത്തേഡ് ഓഫ് കളക്ടിങ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് ഡേറ്റ ഫ്രം റിമോട്ട് ആൻഡ് ഇൻഅക്സസിബിൾ ലൊക്കേഷൻ. എന്താണ്? ഇൻഅക്സസിബിൾ ലൊക്കേഷനിൽ നിന്നും നമ്മുടെ ഡേറ്റാസ് കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എനേബിളിംഗ് മോണിറ്ററിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് ദ സെൻട്രൽ ലൊക്കേഷൻ. അതായത് ഒരു ലൊക്കേഷനിൽ നിന്നുകൊണ്ട് ഒരു റിമോട്ട് ഏരിയയിൽ നിന്നുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ബ്ലോക്ക് ഡയഗ്രാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോർഷനിൽ വരുന്നത് സെൻസേഴ്സ് വരും, ട്രാൻസ്ഡ്യൂസേഴ്സ് വരും, അതുപോലെ തന്നെ ട്രാൻസ്മിറ്റേഴ്സും വരും. ഓക്കെ, അത് കഴിഞ്ഞ് നേരെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ടെർമിനൽ യൂണിറ്റിലേക്കാണ് കണക്ട് ചെയ്യുക. ടെർമിനൽ യൂണിറ്റ്, ഈ ടെർമിനൽ യൂണിറ്റിൽ എന്ത് ചെയ്യും? എന്നിട്ട് ടെർമിനൽ യൂണിറ്റിൽ നിന്ന് ഡേറ്റ ട്രാൻസ്മിഷൻ മീഡിയം വഴി നമ്മുടെ റിസീവർ ഔട്ട്പുട്ട് സെക്ഷനിൽ എത്തും. ഇതാണ് ശരിക്കും ബേസിക് ആയിട്ടുള്ള ഒരു ടെലിമെട്രി സിസ്റ്റത്തിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് റിമോട്ട് ടെർമിനൽ യൂണിറ്റ് ഇൻ എ ടെലിമെട്രി സിസ്റ്റം, അതായത് ഈ ടെലിമെട്രി സിസ്റ്റത്തിലെ റിമോട്ട് ടെർമിനൽ യൂണിറ്റ് RTUവിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. കൺവേർട്ടിംഗ് ദ ഔട്ട്പുട്ട് ഓഫ് ദ സെൻസർ, അതായത് ഈ സെൻസറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ കൺവേർട്ട് ചെയ്ത് ഡിജിറ്റൽ ഡേറ്റ എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ആക്കി ഡിജിറ്റൽ ഡേറ്റ ആക്കിയതിനു ശേഷം ട്രാൻസ്മിറ്റ് ടു ദ ബേസ് സ്റ്റേഷൻ. ബേസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ RTUവിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കളക്റ്റഡ്, മൾട്ടിപ്ലക്സ്ഡ് ആൻഡ് മോഡുലേറ്റഡ്. ഇവിടെ കളക്ഷൻ നടക്കുന്നു. അതേപോലെ തന്നെ ഈ മിഡിൽ പാർട്ടാണ് നമ്മുടെ RTU എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഡേറ്റ കളക്ഷൻ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ മൾട്ടിപ്ലക്സിംഗ് നടക്കുന്നുണ്ട്, അതേപോലെ മോഡുലേഷൻ നടക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മുടെ ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസിൽ ഈ ടെലിമെട്രി സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹെൽത്ത് കെയറിൽ, IT ആൻഡ് സോഫ്റ്റ്വെയറിൽ, ഓട്ടോമോട്ടീവില്, എയറോസ്പേസിൽ, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ മോണിറ്ററിംഗിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ടെലിമെട്രി സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഡിയോ റേഞ്ച് ഓഫ് എ ടെലിമെട്രി സിസ്റ്റം ക്യാൻ ബി ഓഗ്മെന്റഡ് ബൈ. ഇവിടെ ഓപ്ഷൻ വരുന്നത് പ്രൊവൈഡിങ് റിപ്പീറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മിനിമൈസിങ് ദ ട്രാൻസ്മിഷൻ ലോസ് അതും ചെയ്യുന്നുണ്ട്. ട്രാൻസ്മിഷൻ ലോസ് മിനിമൈസ് ചെയ്തുകൊണ്ടാണ് അവിടെ ട്രാൻസ്മിഷൻ പോസിബിൾ ആക്കുന്നത്. ഇൻക്രീസിങ് ആന്റിന ഗെയിൻ അതും പോസിബിൾ ആക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ബേസിക് ആയിട്ടുള്ള ഒരു ടെലിമെട്രി സിസ്റ്റം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പരിചയപ്പെട്ടു. ഇവിടെ ദ റേഡിയോ റേഞ്ച് ഓഫ് ടെലിമെട്രി സിസ്റ്റം ക്യാൻ ബി ഓഗ്മെന്റഡ് ബൈ ഈ 3 ഫാക്ടേഴ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരിക. Next question, which of the following statements is not applicable to landline telemetry system? Landline telemetry system applicable അല്ലാത്തത് നമ്മൾ ഓപ്ഷൻ ഡി ആണ്. അതായത് distortions in transmission lines do not affect the performance of the telemetry system. ഓക്കെ, അത് എന്താണ്? ടെലിമെട്രി സിസ്റ്റത്തിൽ ഡിസ്റ്റോഷൻസ് അഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് റൈറ്റ്. ഇവിടെ പറയുന്നത് നോട്ട് അഫക്റ്റഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഇത് എന്താണ്? ആപ്ലിക്കബിൾ അല്ല. ബാക്കിയുള്ള പോയിന്റ്സ് ഓർത്ത് വെച്ചിരിക്കുക. ലാൻഡ്ലൈൻ ടെലിമെട്രി സിസ്റ്റം ഈസ് അഫക്റ്റഡ് ബൈ EMI എഫക്റ്റ്. ലാൻഡ്ലൈൻ ടെലിമെട്രി സിസ്റ്റം ഹാസ് ലിമിറ്റഡ് ഫ്രീക്വൻസി റെസ്പോൺസ്. ലാൻഡ്ലൈൻ ടെലിമെട്രി സിസ്റ്റം ഈസ് വെരി എഫക്റ്റീവ് ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലാൻഡ്ലൈൻ ടെലിമെട്രി സിസ്റ്റം ഉപയോഗിക്കുന്നത്. ബാക്കിയൊക്കെ അതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, ഇതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇത് കറക്റ്റ് ആയതിനെ എങ്ങനെ ട്രാൻസ്മിഷൻ ലൈൻ അഫക്ട് ദ എന്താണ് പെർഫോമൻസ് ഓഫ് ടെലിമെട്രി സിസ്റ്റം എന്നായിരുന്നു എങ്കിൽ ഇത് റൈറ്റ് ആയനെ. ഇവിടെ റോങ് ആയിട്ടുള്ളത്, ഇതിന് ആപ്ലിക്കബിൾ അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫോഴ്സ് ബാലൻസ് കറന്റ് ടെലിമെട്രി സിസ്റ്റം. ഫോഴ്സ് ബാലൻസ് കറന്റ് ടെലിമെട്രി സിസ്റ്റത്തില് ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മേക്ക് യൂസ് ഓഫ് എ പോർഷൻ ഓഫ് ഔട്ട്പുട്ട് കറന്റ് വിച്ച് ഈസ് ഫീഡ്ബാക്ക് ടു ദ ഇൻപുട്ട് ടു ദ ഓപ്പോസിറ്റ് ദ മോഷൻ ഓഫ് ദ ഇൻപുട്ട് വേരിയബിൾ. അത് കറക്റ്റ് ആണ്. അതായത് ഒരു ഫീഡ്ബാക്ക് ആക്കി ഇൻപുട്ടിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് എടുത്ത് ഔട്ട്പുട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോഴ്സ് ബാലൻസ് കറന്റ് ടെലിമെട്രി സിസ്റ്റത്തിൽ ഇത് കറക്റ്റ് ആണ്. അതേപോലെ ലീനിയാരിറ്റി അതിന്റെ ഗുഡ് ആണ്. സോ ഷോ ഗുഡ് ലീനിയാരിറ്റി, അത് കറക്റ്റ് ആണ്. ഹാവ് ബെറ്റർ ആക്യുറസി ആസ് സ്മോളർ മോഷൻസ് ആർ റിക്വയർഡ്. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള ആക്യുറസി ഉള്ള സിസ്റ്റം തന്നെയാണ് ബാലൻസ് കറന്റ് ടെലിമെട്രി സിസ്റ്റം. സോ ഇത് മൂന്നും കറക്റ്റ് ആണ്. ഓൾ ദ എബോവ് ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഓപ്ഷൻ 1 ട്രൂ, അതല്ല. ഓപ്ഷൻ 2 ട്രൂ. ഓപ്ഷൻ 1, 2, 3 ആർ ട്രൂ, അതാണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നതാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, LVDT ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് വേരിയേഷൻ. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു എന്താണ്? സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. LVDT എന്തിന്റെ പ്രിൻസിപ്പിൾ ആണ് വർക്ക് ചെയ്യുന്നത്? ഇൻഡക്ടൻസ്, അതായത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നൊരു കൺസെപ്റ്റിലാണ് നമ്മുടെ LVDT വർക്ക് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ.
Next question. The temperature coefficient of resistance of a thermistor is. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് തെർമിസ്റ്റർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അതായത് എന്തായിരിക്കും, ഇവിടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് ഓഫ് തെർമിസ്റ്റർ കുറയാണ് ചെയ്യുക. നമ്മൾ എങ്ങനെയാ തെർമിസ്റ്ററിന്റെ ഡയഗ്രാം വരുന്നത്, ഇത് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു തെർമിസ്റ്റർ ആണെന്ന് കൺസിഡർ ചെയ്യുക. തെർമിസ്റ്റർ ഇവിടെ നമുക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു മൈക്രോ അമ്മീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സപ്ലൈ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മൈക്രോ അമ്മീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ടെമ്പറേച്ചറിന്റെ കാലിബ്രേഷൻ അനുസരിച്ചിട്ട് ഇത് ചെയ്യുന്ന മൈക്രോ അമ്മീറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വർക്കിംഗ് വരുന്നത് എങ്ങനെയാണ്, തെർമിസ്റ്ററിന്റെ സെമി കണ്ടക്ടർ മെറ്റീരിയൽ കൊണ്ടാണ് നമ്മുടെ തെർമിസ്റ്റർ മെയ്ഡ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം സെമി കണ്ടക്ടർ മെറ്റീരിയലിന്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്താണ്, നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെതും നെഗറ്റീവ് ആയിരിക്കും. നമ്മുടെ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ മെഷർമെന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ടു 300 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചർ മെഷർമെന്റിനാണ് നമ്മൾ തെർമിസ്റ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, എക്സ്പെൻസീവ് അല്ല, പിന്നെ ഗുഡ് സ്റ്റെബിലിറ്റി ഉണ്ട്, അതേപോലെ സിമ്പിൾ സർക്യൂട്ടറി മതി. അങ്ങനെ കുറെ അഡ്വാൻറ്റേജസും നമ്മുടെ തെർമിസ്റ്ററിനുണ്ട്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്. ടെമ്പറേച്ചർ കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടും, അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് തെർമോകപ്പിൾ ക്യാൻ മെഷർ മാക്സിമം ടെമ്പറേച്ചർ? മാക്സിമം ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള തെർമോകപ്പിൾ എന്ന് പറയുന്നത് ടങ്സ്റ്റൺ മോൾബ്ഡിനം തെർമോകപ്പിൾ ആയിരിക്കും. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിന് ഹൈ ഹീറ്റ് റെസിസ്റ്റൻസ് ആണ്. ഹീറ്റ് റെസിസ്റ്റൻസ് ഹൈ ആണ്, അതേപോലെ ഹൈ സ്റ്റെബിലിറ്റി ആണ്, അതേപോലെ തന്നെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, മെൽറ്റിംഗ് പോയിന്റ് വെരി ഹൈ ആണ്. അതേപോലെ നമുക്ക് ഹൈ ടെമ്പറേച്ചർ ആപ്ലിക്കേഷൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ഈ മെറ്റീരിയൽ കൊണ്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന തെർമോകപ്പിൾ ആവുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. മാത്രമല്ല ഇവിടെ ഡ്രിഫ്റ്റും ഡീഗ്രഡേഷനും ഒക്കെ എന്തായിരിക്കും, വളരെ ലോ ആയിരിക്കും അറ്റ് ഹൈ ടെമ്പറേച്ചർ. അതുകൊണ്ട് തന്നെ നല്ല ആക്യുറേറ്റ് ആയിട്ടും റിലയബിൾ ആയിട്ടും നമുക്ക് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തെർമിസ്റ്റർ ആർ മെയ്ഡ് ഓഫ് മെറ്റൽ ഓക്സൈഡ്സ്, അതായത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. എന്താണ്, മെറ്റൽ ഓക്സൈഡിന്റെ മിക്സ്ചേഴ്സ് കൊണ്ടാണ്, മിക്സ്ചേഴ്സ് ഓഫ് മെറ്റൽ ഓക്സൈഡ് എന്നാണ് പറയപ്പെടുന്നത്. എന്താണ് തെർമിസ്റ്റർ എന്ന് പറയുന്നത്, ഇത് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആണ്. അതേപോലെ തന്നെ ഓക്സൈഡ്സ് ഓഫ് ക്രോമിയം, അതേപോലെ ക്രോമിയം, കൊബാൾട്ട്, അതേപോലെ അയൺ, മാംഗനീസ്, നിക്കൽ, ഇതിന്റെയൊക്കെ മെറ്റൽ ഓക്സൈഡ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിക്ക് ദ ഓഡ് വൺ ഔട്ട്. ഇതിൽ പിരാനി ഗേജ് ഉണ്ട്, തെർമോകപ്പിൾ ഗേജ് ഉണ്ട്, മക്ലിയോഡ് ഗേജ് ഉണ്ട്, റെസിസ്റ്റൻസ് വയർ സ്ട്രെയിൻ ഗേജ് ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്, റെസിസ്റ്റൻസ് വയർ സ്ട്രെയിൻ ഗേജ് ആണ് ആൻസർ വരിക. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. കാരണം ബാക്കി എല്ലാം എന്താണ്, വാക്വം ഗേജസ് ആണ്. വാക്വം ഗേജസ് അത് എന്ത് ചെയ്യുന്നു, പ്രഷറിനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വാക്വം ഗേജസ് ആണ്. പക്ഷേ ഈ റെസിസ്റ്റൻസ് വയർ സ്ട്രെയിൻ ഗേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് സ്ട്രെയിൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അതായത് ഡീഫോർമേഷൻ ഓഫ് എ മെറ്റീരിയൽ ബൈ ഡിറ്റക്ടിങ് ചേഞ്ച് ഇൻ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് എ തിൻ വയർ അറ്റാച്ച്ഡ് ടു ദ മെറ്റീരിയൽ. അതാണ് നമ്മുടെ എന്ത് പറയുന്നത്, റെസിസ്റ്റൻസ് വയർ സ്ട്രെയിൻ ഗേജ് പറയുന്നത്. സോ ഇതാണ് ഇവിടെ ഡിഫറൻസ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ക്വിക്ക് ഓപ്പണിംഗ് വാൽവ് ദാറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ മെറ്റൽ സർക്കുലർ ഡിസ്ക് വിത്ത് ഇറ്റ് pivot axis at a right angle to the direction of flow in the pipe is called. അത് ബട്ടർഫ്ലൈ വാൽവ് എന്നാണ് പറയപ്പെടുന്നത്. ബട്ടർഫ്ലൈ വാൽവ് അത് ഓർത്തു വെച്ചിരിക്കുക. ബട്ടർഫ്ലൈ വാൽവ് എന്ന് പറയുന്നത് ദ ക്വിക്ക് ഓപ്പണിംഗ് വാൽവ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് മെറ്റൽ സർക്കുലർ ഡിസ്ക് വിത്ത് ഇറ്റ്സ് പിവറ്റ് ആക്സസ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഇൻ ദ പൈപ്പ് ഈസ് കോൾഡ് ബട്ടർഫ്ലൈ വാൽവ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. Next question. When transistors are used in digital circuits, they usually operate in, ഇത് ട്രാൻസ്ഡ്യൂസർ പോർഷനിൽ വരുന്നതല്ല, ട്രാൻസിസ്റ്റേഴ്സിന്റെ പോർഷനിൽ വരുന്നതാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അതായത് ഡിജിറ്റൽ സർക്യൂട്ട്സിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, 0ഉം 1ഉം ആയിരിക്കും. അപ്പോൾ ഈ 0, 1 എന്ന് പറയുന്ന ഔട്ട്പുട്ടിലേക്ക് വരുന്ന നമ്മുടെ മോഡ് എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ സാച്ചുറേഷനിലാവുമ്പോഴും കട്ട് ഓഫിലാവുമ്പോഴായിരിക്കും. അതായത് സാച്ചുറേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഓൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും, അതേപോലെ കട്ട് ഓഫിൽ ഒരു ഓഫ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ 0, 1 സ്വിച്ച് ചെയ്യുന്ന ഔട്ട്പുട്ട് വരുന്നത് എപ്പോഴും സാച്ചുറേഷൻ ആൻഡ് കട്ട് ഓഫ് റീജിയൻസിലായിരിക്കും. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക.
വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക് ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.